ഹലോ. അപ്പോൾ നാളെ ഞങ്ങളുടെ കസിൻ്റെ കല്യാണം കേട്ടോ, എറണാകുളത്ത് വെച്ചിട്ട്. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസ് നടക്കുവാണ്. ഞങ്ങളുടെ സാരി എല്ലാം പാക്ക് ചെയ്ത് വെച്ചു. ഉച്ചയായപ്പോഴത്തേക്കും ഞങ്ങളിത് ഇറങ്ങി എല്ലാം പാക്ക് ചെയ്ത് വെച്ചു. പ്രാർത്ഥിച്ചിറങ്ങിയപ്പോഴത്തേക്കും ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും എത്തി. ഒരു ടൂറിസ്റ്റ് ബസ്സിലാട്ടോ പോകുന്നത്. അങ്ങനെ ബസ്സും വന്നു, ഞങ്ങളെല്ലാവരും കയറി. ഒട്ടും തന്നെ ലേറ്റ് ആക്കിയില്ല, നേരെ യാത്ര തിരിച്ചു. പിന്നെ കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് നിർത്തി. ഇതെൻ്റെ കസിൻ്റെ മോനാട്ടോ, അവൻ എൻ്റെ കൂടെ കിടന്ന് ഉറങ്ങുമായിരുന്നു. രാത്രിയായിട്ട് ഞങ്ങൾ എത്തിയില്ല, പിന്നെ ഒന്നും നോക്കിയില്ല. ഒരു മൂവി എടുത്തിട്ട് കണ്ടു, സൂക്ഷ്മദർശിനി കണ്ടായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കോട്ടയം ഞങ്ങളുടെ മാമൻ്റെ വീടുണ്ടായിരുന്നു, അവിടെ ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് നേരെ തിരിച്ചു. രാത്രി ഒരു 12 മണിയായപ്പോഴത്തേക്കും ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തെത്തി. അവിടെ എത്തി ഇതേ റൂമിലേക്ക് ഞാനിത് ഓടി ഓടിപ്പോണ്. ഞാനാണ് ഫസ്റ്റ് വന്നെത്തിയത്. ഒന്നും നോക്കിയില്ല, ബെഡ് കണ്ടു, ഞാൻ കിടന്നുറങ്ങി. ഇത് രാവിലെ എഴുന്നേറ്റിട്ടുള്ള വീഡിയോ ആട്ടോ. പുറത്തിറങ്ങിയപ്പോൾ അമ്മ ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, അതും കുടിച്ച് സാരി ഉടുത്ത് പെട്ടെന്ന് റെഡിയായി താഴേക്ക് ഇറങ്ങി. 10 മണിക്ക് കേട്ടോ മുഹൂർത്തം. അപ്പോൾ പെട്ടെന്ന് അതിനുള്ള ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി. അങ്ങനെ മണ്ഡപം എത്തി, ചെക്കനും പെണ്ണും ഒക്കെ എത്തി, കല്യാണം കഴിഞ്ഞു. പിന്നെന്താ, ഫുഡിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു. ഓടിപ്പോയി ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ടാണ് ഞങ്ങൾ തിരിച്ചത്. വണ്ടിയിലിരുന്ന് ലോങ് യാത്രയല്ലേ, അപ്പോൾ അതിന് വേണ്ടി ഡ്രസ്സൊക്കെ മാറി. ഇത് കസിൻസ് എല്ലാം കൂടെ ഡാൻസ് കളിക്കുന്നതാണ്. ഇരുന്ന വഴിക്ക് നല്ല ഭംഗിയുള്ളൊരു സ്ഥലം ഉണ്ടായിരുന്നു, അവിടെ നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇത് രാത്രിത്തെ ഫുഡാണ്. അത് കഴിഞ്ഞൊരു 10:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ വീട്ടിലെത്തി.